ശോഭയുള്ളൂ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളൂ. നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, അതുപോലെ ആരെക്കുറിച്ചും ലക്ഷ്യമുണ്ട്, സഭയെക്കുറിച്ചും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ സഭയിൽ ഞാൻ സഭയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ, അത് വേറൊരു സബ്ജക്റ്റാണ്, നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കേണ്ട കാര്യമാണ്. ഈ ദിവസം കൊണ്ട് നമുക്കത് പഠിക്കാൻ തീരുന്നതല്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഈ സഭയ്ക്കുള്ളിലെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, ഒന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ റിലേഷൻഷിപ്പ്, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നീട് ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ദൈവം സഭയിൽ എന്ത് ചെയ്യുന്നു? ദൈവം സഭയിൽ എന്താണ്? ഡിഫറൻറ്റ് ഓഫീസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഈ 5-fold മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന കാര്യം. പക്ഷേ ഈ 5-fold മിനിസ്ട്രി എന്തിനാണ്? ചുമ്മാ കുറച്ച് പേർക്കൊരു പണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല, അതൊരു ലക്ഷ്യത്തോടു കൂടെയാണ്. അത് ശരിക്കും അതിൻ്റെ വേഴ്സ് 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അതിനിടയ്ക്ക് ബാക്കി കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ പെർഫെക്റ്റിംഗ് ദ സെയിൻസ്, യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള വാക്ക്, യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഏത് സ്ഥലത്തായിരിക്കണോ അവിടെ തന്നെ ആക്കിയിരിക്കുക. അതാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതായത് മിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകരുത്. ഓരോരുത്തരും എവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം. സഭയ്ക്കുള്ളിൽ ദൈവം അവരെക്കുറിച്ച് എന്ത് ലക്ഷ്യത്തോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? ഇപ്പം ഞാനിപ്പോൾ ചർച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചർച്ച് അല്ലെങ്കിൽ ഒരു ചർച്ചിലേക്ക് വരുമ്പോൾ ചർച്ചിനെ ദൈവം ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചിൽ ദൈവം ഈ ഓഫീസസ് ഉണ്ടാക്കിയിരിക്കുന്നതിന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ കസേര, ഏത് കസേര ഇരിക്കണമെന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും ആകെപ്പാടെ എഴുതേ ഉള്ളൂ, ആരാണ് ഏത് കസേരയിലാണ് ഇരിക്കേണ്ടത്, ഇല്ലേ? അതുകൊണ്ട് എന്താ, ഇപ്പം കൺവെൻഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് വല്ലവരും ഒക്കെ സ്റ്റേജിൽ കയറിയിരിക്കാൻ എല്ലാവരുടെയും പേര് വരെ അവിടെ എഴുതി ഒട്ടിച്ചിരിക്കും. അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തർ കസേര അലോട്ട് ചെയ്യുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. എനിക്ക് ദൈവം ചർച്ചിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏത് സ്ഥാനത്ത് ഞാൻ എത്തിച്ചേരണമോ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരണമോ, ആ അവസ്ഥയിൽ എന്നെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സഭ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും സഭയിലേക്ക് വരുമ്പോൾ സഭയുടെ ലക്ഷ്യം അതാണ്. ഞാൻ സഭയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും പറയുകയാണ്, സഭയുടെ ലക്ഷ്യം ഓരോരുത്തരും സഭയിലേക്ക് വരികയാണ്. ഒരു വ്യക്തി, ഞാൻ സഭയിലേക്ക് വരികയാണ്. ഞാൻ സഭയിലേക്ക് വരുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തുന്നതിന് വേണ്ടി ഈ സഭ എന്ത് ചെയ്തോണം? എന്നെ അവിടെ കൊണ്ടെത്തിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അത് എന്നെക്കുറിച്ച് മാത്രമല്ല, സഭയിൽ വരുന്ന എല്ലാവരും ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണോ അത് സഭ മനസ്സിലാക്കി സഭയുടെ ചുമതലയാണ് എന്ത് ചെയ്യുന്നത്? അവരെ ആ സ്ഥാനത്ത്, അതാണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്ന, ഇവിടുത്തെ യഥാസ്ഥാപനം എന്ന് പറയുന്നതായ ഈ വാക്കിൻ്റെ അർത്ഥം അതാണ്. അവരെ പ്ലേസ് ചെയ്യുക, എക്സാക്റ്റ് സ്ഥലത്ത് അവരെ പ്ലേസ് ചെയ്യുക. കസേരയിലല്ല, അവരുടെ അവസ്ഥകളിൽ അവരെ പ്ലേസ് ചെയ്യുക. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഓഫീസസ് ഹൈറാർക്കി അല്ല. ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ അപ്പോസ്തലന്മാർ, ഓഫ് കോഴ്സ് അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനം ഇട്ടെന്ന് പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭരണപരമായ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ചില ചർച്ചസിലൊക്കെ പലരെയും വിളിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പാസ്റ്റർ ആയിട്ടില്ല. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കുന്നു?
ഇവാഞ്ചലിസ്റ്റ് എവിടുന്ന് കിട്ടിയ ഒരു ഉപദേശമാണിതെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാരുടെ ചിന്തയിൽ ഒരു കുട്ടി പാസ്റ്ററാണെന്നാ. കാര്യം പാസ്റ്റർ ആയിട്ടില്ല, ഇപ്പൊ ആരേ ആയിട്ടുള്ളൂ, ഇവാഞ്ചലിസ്റ്റേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു ലൈസൻസ് ഒക്കെ കൊടുത്ത് ഒടുവിൽ പിന്നെ ആരാക്കും, പാസ്റ്റർ ആക്കും. അപ്പൊ അതിനു മുമ്പ് പാസ്റ്ററുടെ കീഴിലുള്ള ഒരു കുട്ടി പാസ്റ്ററാണ് ആര്, ഇവാഞ്ചലിസ്റ്റ് എന്നാണ് പലരുടെയും ചിന്ത. ഇനി എപ്പോഴെങ്കിലും ഒരു ഓർഡിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇയാളെ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിച്ചാൽ ഇയാൾക്ക് ഭയങ്കര ദേഷ്യവും വരും. ബ്രദറിന് മനസ്സിലായില്ലേ, കഴിഞ്ഞ ദിവസം എനിക്ക് ഓർഡിനേഷൻ ആയിരുന്നു, അതറിഞ്ഞില്ലേ, പാസ്റ്ററായിട്ട് എന്നെ ഓർഡൻ ചെയ്തില്ലേ, ഇനി എന്താ ബ്രദർ എന്നെ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? കാര്യം ഇതൊരു പദവിയാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ അവരെ തന്നെ അങ്ങ് വിളിക്കും അപ്പോസിൽ. മലാവിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എല്ലാ അപ്പോസ്തലന്മാരും ബിഷപ്പുമാരും ഒക്കെയാണ് എല്ലാവരും. അവർക്ക് എന്നാ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നല്ല, അവർ തന്നെ അങ്ങ് വിളിക്കുകയാണ്. ഞാൻ മലാവി ചെന്നപ്പോഴത്തേക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ചിന്തിച്ചു ഞാൻ ഒരു മിഷൻ്റെ ലീഡറായിട്ട് അവിടെ ചെല്ലുകയാണെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ പരിചയപ്പെട്ട ആൾ പറഞ്ഞു, അതെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഓഫീസ് ബോയ് ഉണ്ട്, അവൻ ബിഷപ്പാ, അവന് വല്ല പണി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണേ നിങ്ങളുടെ മിഷനിലും കാണാം. ഞങ്ങളുടെ ഓഫീസിലൊരു ഓഫീസ് ബോയ് ഉണ്ട്, അവൻ ആരാ, ബിഷപ്പാന്ന്. കാര്യം അവന് വിസിറ്റിംഗ് കാർഡ് അടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, ബിഷപ്പ് വിൻകുംബോ എന്ന് അയാൾ പറഞ്ഞുകൊണ്ടാ, അപ്പോസിൽ വിൻകുംബോ ബിഷപ്പ്. കാര്യം ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ ഏതാണ്ട് പദവിയാണെന്നുള്ള ഒരു ചിന്തയാണ്. ഇത് പദവി അല്ല പ്രിയമുള്ളവരെ, എന്താണ് ഇത്, ശുശ്രൂഷയാണ്. സഭയിൽ പദവി അല്ല ഉള്ളത്, എന്താണുള്ളത്, ശുശ്രൂഷയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പാസ്റ്ററുടെ താഴെ ഒരു ഇവാഞ്ചലിസ്റ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡർ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനല്ല. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരായും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റിന്റെ കീഴെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്, ഇടയന്മാരെന്ന്. അങ്ങനെ പദവി അല്ല ഞാൻ പറഞ്ഞത്. അത്രയുമെങ്കിലും വായിച്ചിട്ട് പിന്നെ ഞാനിപ്പം പാസ്റ്ററായി ഇനി എന്നെ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കരുതെന്നൊന്നും പറയത്തില്ലല്ലോ, ഇത്രയുമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ. അതൊന്നുമല്ല. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഹ്യൂമൻ വേയിലാണ് നമ്മൾ കാണുന്നത്, അതാണ് ഇതിനകത്തെ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. ആരാ അപ്പോസ്തലന്മാരാക്കിയത്? ആരാണ് ചിലരെ അപ്പോസ്തലന്മാരാക്കിയത്? ഗാഡ്. ആരാണ് ഇവാഞ്ചലിസ്റ്റുകളാക്കിയത്? ദൈവം. ആരാണ് പാസ്റ്റർമാരാക്കിയത്? ദൈവമാണ്. അവിടെ അപ്പോയിന്റ്മെന്റ് ആരാലാണ് നടത്തപ്പെടുന്നത്? ദൈവത്താൽ. അതുകൊണ്ട് ഇത് ദൈവത്താലുള്ള ഒരു ഒരു ശുശ്രൂഷയാണ്, ദൈവം കൊടുക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് എന്നുള്ളത് ബോധ്യം നോക്കണം. ചർച്ച് എന്ന് പറയുമ്പോൾ സഭയ്ക്കുള്ളിൽ ചില ഓഫീസസ് ഉണ്ട്, ചില ഫങ്ഷനിങ് ഉണ്ട്. അതിനെ ഹൈറാർക്കിയായിട്ട് നമ്മൾ ഒരിക്കലും കാണാനായിട്ട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ദൈവം അതിനുവേണ്ടിയുള്ള ശുശ്രൂഷ, അതിനുവേണ്ടിയുള്ള വരം കൊടുത്ത് അവരെ ആക്കിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ചിലർ കൂടിയ ആളുകളും ചിലർ കുറഞ്ഞ ആളുകളുമായിട്ട് ദൈവസഭയിൽ ഇല്ല. കാര്യം പുരോഹിതന്മാരുടെ കാര്യം തന്നെ പറയുമ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ ഒരു പ്രത്യേക വർഗമാണ്. ഇപ്പൊ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. എന്താണ്, നമ്മളെല്ലാവരും ആരാണ്? രാജകീയ പുരോഹിത വർഗം, ഇല്ലേ? രാജകീയ പുരോഹിത വർഗം. അല്ലാതെ ഒരു ചർച്ചിനെ നടത്താൻ ദൈവം ചിലരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ചർച്ചിനെ നടത്താനും അല്ലെങ്കിൽ ചർച്ചിനെ അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ദൈവം ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ ബാക്കിയുള്ളവർ അനുസരിക്കുകയും വേണം, അതിനൊന്നും ഞാൻ എതിര് പറയല്ല. പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ ഒരു പദവിയായിട്ടാരും കണക്കാക്കരുത്. ഇതൊരു ശുശ്രൂഷയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ ശുശ്രൂഷ എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ഇടയന്മാരോ ഉപദേഷ്ടാക്കന്മാരോ സുവിശേഷകരോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാരെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി, അഥവാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഥാസ്ഥാപനപ്പെടുത്തുക എന്നുള്ളതാണ്, കറക്റ്റാണ്. പെർഫെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ ഉള്ള ജനങ്ങളെ പെർഫെക്റ്റ് ചെയ്യാനും അവരെക്കുറിച്ച് ദൈവം ഏത് സ്റ്റേജ് ഉദ്ദേശിക്കുന്നോ ആ നിലയിൽ അവരെ എത്തിക്കുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷ. അല്ലാതെ ഞാൻ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞ് കസേരയിൽ കയറി ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല ഈ ശുശ്രൂഷ. തിരുവേണിയാണെന്ന് പറഞ്ഞ് കയറിയിരിക്കാനുള്ളതല്ല ഈ ശുശ്രൂഷ. ബിഷപ്പാണെന്ന് പറഞ്ഞ് കയറിയിരിക്കാനുള്ളതല്ല ശുശ്രൂഷ. നിങ്ങളെ ഒരു കാര്യം ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്ക്. അതിനുവേണ്ടി ദൈവം നിയോഗിച്ചതാണ് ഇവരെ എന്നുള്ള ബോധ്യത്തോടു കൂടെ അവരെ ബഹുമാനിക്കാൻ വേണം. സഭയിലെ വിശ്വാസികൾ എന്ത് ചെയ്യണം? ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അപ്പോസ്തലന്മാരാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ഇടയന്മാരാണെങ്കിലും ഉപദേഷ്ടാക്കന്മാരാണെങ്കിലും അവരെ ബഹുമാനിക്കുകയും വേണം. ബഹുമാനിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. കാര്യം ഇതൊരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് അല്ല. പ്രത്യേകത എന്താണ്? ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായി അല്ലെങ്കിൽ ഭരണപരമായ ഒരു അധികാരമല്ല, ഇത് ശുശ്രൂഷയുടെ അധികാരമാണ്. ശുശ്രൂഷയ്ക്ക് അധികാരമുണ്ട്.
ശുശ്രൂഷയ്ക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്? അധികാരമുണ്ട്. ഓരോരുത്തരെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള അധികാരമുണ്ട്. അത് അവരെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഇത് വായിച്ചതാണ്. ഒരു വലിയൊരു പാർട്ടി നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സിറ്റിയിലെ മേയർ വന്ന് എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മേയർക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇത് വിളമ്പിക്കൊടുക്കുന്നതായ ഒരു സ്ത്രീ ഉണ്ട്. ആ വിളമ്പിക്കൊടുക്കുന്നതായ സ്ത്രീയുടെ അടുത്ത് ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സിറ്റിയിലെ മേയറാണ്, നീ എനിക്ക് പെട്ടെന്ന് ഇത് വിളമ്പി തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ സിറ്റിയിലെ മേയർ ആയിരിക്കും, പക്ഷേ ആ മേയർ ആണെങ്കിൽ അത് അവിടെ കാണിച്ചാൽ മതി. ഇവിടെ ഈ ക്യൂ നിൽക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാനാണ് എന്നെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ക്യൂവിൻ്റെ പുറകെ പോയി നിന്നാൽ ഇവിടെ വരുമ്പോൾ ഫുഡ് തരും. സിറ്റിയിലെ മേയർ എവിടെ ചെയ്തോണം, അത് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ സിറ്റിയിൽ കോർപ്പറേഷനിൽ അത് ചെയ്തോണം. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അതാണ് ഇതുവർക്ക് അന്യോന്യവും എന്തുണ്ട്? ഒരാൾ അപ്പോസ്തോലൻ്റെ കീഴിലാണ്. അപ്പോസ്തോലൻ്റെ കീഴിലെന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ആ ശുശ്രൂഷ അധികാരത്തിൻ്റെ കീഴിലാണ് ചിലപ്പോൾ പാസ്റ്റർ. എന്നാൽ പാസ്റ്ററുടെ കീഴിലായിരിക്കും അപ്പോസ്തോലൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അന്യോന്യമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവസഭയിൽ ഫൈനൽ അതോറിറ്റി ഒരാൾക്കേ ഉള്ള ആൾക്കാണ്? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആ ദൈവം ഇങ്ങനെ ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, മലയാളത്തിലെ 13-ാമത്തെ വാക്യത്തിലാണ് അവിടെ നമ്മൾ കാണുന്നതാണ് എന്ത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനുള്ള ശുശ്രൂഷകൾ. പിന്നെ രണ്ടാമത് പറയുന്നത് ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്കും. അടുത്തത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും, ഫോർ എഡിഫൈയിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ചർച്ച്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവം സഭയിൽ വെയ്കായിട്ട് ചന്തയിലെ കാര്യം പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനായിട്ട് ദൈവം സഭയിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ടിരിക്കുകയല്ല. അതും മനസ്സിലാക്കണം. ദൈവസഭയിലൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. സകലവും ചന്തവും ഉചിതവുമായി നടക്കണം. അതുകൊണ്ട് ദൈവസഭയിൽ ദൈവം ഭരമേൽപ്പിച്ചതായ അധികാരമുണ്ട്. ആ അധികാരത്തിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള ആളുകൾ. അവർ അന്യോന്യം എന്താണ്? ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ചർച്ചിലെ ശുശ്രൂഷകരായ ആളുകൾ ഏത് ശുശ്രൂഷയാണെങ്കിലും അവരെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയുള്ള അധികാരം അവർക്ക് എടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫുഡ് വിളമ്പി കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് വിളമ്പി കൊടുക്കാൻ ഏൽപ്പിച്ച ആൾക്കും ആ ലെവലിൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഫുഡ് വിളമ്പി കൊടുക്കുന്ന കാര്യത്തിൽ അയാൾക്കും അധികാരമുണ്ട്. അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം. അതെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവസഭയിൽ തീർച്ചയായും ഒരു ക്രമമുണ്ട്. ദൈവസഭ ക്രമം കെട്ട് നടക്കുന്ന കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല സഭ. അത് ആര് ചെയ്തതാണ്? ഇറ്റ് ഈസ് ഡൺ ബൈ ഗാഡ്. ഞാൻ ചർച്ചിനെ കുറിച്ച് ഉള്ള ക്ലാസ് എടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ മുന്നോട്ട് പോവുകയാണ്. ഈ ഫങ്ഷൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ 12-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, 12-ാമത്തെ വാക്യത്തിൽ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ. നാം എല്ലാവരും അത് നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലാവരും, സഭയിലുള്ള മുഴുവൻ ആളുകളെയും കുറിച്ചാണിത്. അല്ലാതെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഒരു ലെയറിനെ കുറിച്ചോ അല്ല. ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഒരു ലെയറിനെ കുറിച്ചോ അല്ല. പിന്നെന്താണ്? എല്ലാവരും എന്ത് വേണം? വിശ്വാസത്തിൽ. 1 വിശ്വാസത്തിൽ, 2 ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത ഉണ്ടാകണം. ഐക്യത എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഏതൊക്കെ കാര്യത്തിലാണ്? വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഫെയ്ത്ത്, യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആവശ്യമുണ്ട്. ദൈവസഭയിൽ ഒരു യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആവശ്യമുണ്ട്. ആ യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ടീച്ചിങ് ഉണ്ടാകണം. ഈ ദൈവസഭ എന്താണ്, ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രം വിഷയമല്ല, ദൈവസഭ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. വാട്ട് ഈസ് യുവർ ഫെയ്ത്ത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അത് ഒന്നായിരിക്കണം എന്നുള്ള പറയുന്നത്, യൂണിറ്റി ഓഫ് ഫെയ്ത്ത്. ആ യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാകേണ്ടത് കൊണ്ടാണ് ഇത്രയും ടീച്ചിങ് ആവശ്യമായി വരുന്നത്. അല്ലാതെ എന്താ വിശ്വസിക്കുന്നുള്ള ആർക്കും അറിയാൻ വയ്യാതിരിക്കുന്ന ഒരു സ്റ്റേജ്. ഞാൻ പാറമേൽ അടിസ്ഥാനം വിടുന്നവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ, അതിൻ്റെ മലയാളം ഇപ്പം അവൈലബിൾ അല്ല, ബാക്കിയുള്ള ഭാഷകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാളോട്, ഒരു ജോൺ എന്ന് പറയുന്ന ഒരാളോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? നിൻ്റെ വിശ്വാസം എന്താണ്? വാട്ട് ഡു യു ബിലീവ്? ഞാൻ പറഞ്ഞു, വാട്ട് മൈ ചർച്ച് ബിലീവ് ഐ ബിലീവ്. എൻ്റെ സഭ എന്ത് വിശ്വസിക്കുന്നു അത് ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ ചോദിച്ചു, ഓക്കെ, വാട്ട് ഈസ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച്? നിൻ്റെ സഭയുടെ വിശ്വാസം എന്താണ്? വാട്ട് ഐ ബിലീവ് മൈ ചർച്ച് ബിലീവ്സ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതെൻ്റെ സഭയും വിശ്വസിക്കുന്നു. മൂന്നാമത് ചോദിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ സഭയുടെയും വിശ്വാസം എന്ത്? അത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ വെയ്കായിട്ടുള്ള ഒരു കാര്യമല്ല ദൈവസഭയിൽ നടക്കേണ്ടത്. എന്താ നടക്കേണ്ടത്?
ദൈവസഭയിലെ വിശ്വാസികളുടെ ഫെയ്ത്തിന് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം, ഉപദേശങ്ങൾക്ക് യൂണിറ്റി ഉണ്ടായിരിക്കണം. ആരാധ്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. പകൽ ദൂതന്മാർ ആരാധിക്കും യോഗ്യനാണവൻ. രാപ്പകൽ ദൂതന്മാർ ആരാധിക്കും യോഗ്യനാണവൻ. ആദ്യനുമന്ത്യനുമായവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യനവൻ. ആദ്യനുമന്ത്യനുമായവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യനവൻ. ആരാധ്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. രത്നങ്ങൾ കൊത്തതാമഴകുള്ളവൻ, സ്തുതികൾക്കു യോഗ്യനവൻ. രത്നങ്ങൾ കൊത്തതാമഴകുള്ളവൻ, സ്തുതികൾക്കു യോഗ്യനവൻ. മാറത്തു പൊൻകച്ചയണിഞ്ഞവൻ, വെള്ളോട്ടിൻ സദൃശ്യമാം പാദമുള്ളോൻ. മാറത്തു പൊൻകച്ചയണിഞ്ഞവൻ, വെള്ളോട്ടിൻ സദൃശ്യമാം പാദമുള്ളോൻ. ആരാധ്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോ